ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ലാസ്റ്റ് ടൈം നമ്മൾ ആദ്യമൊക്കെ പോയിട്ട് വരുമ്പോൾ ഇസ്കോൺ ടെമ്പിളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വ്ളോഗാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വൈകിട്ട് ഏകദേശം ഒരു 3:45-4 മണിയോടെയാണ് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നത്. നമ്മുടെ വീട്ടിൽ നിന്നും ഒരു 25 കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട്. പക്ഷെ നമ്മൾ ആദ്യമൊക്കെ പോയിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് ഇവിടെ കയറിയത്. രാജാജി നഗറിലാണ് ഈ ഒരു ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 7 ഏക്കറോളം വിസ്തൃതിയുണ്ട് ഇതിന്. ഇതുപോലെ ക്യൂ നിന്ന് പോകാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഒരു ബ്രിഡ്ജ് പോലെയാണ് അത് ചെയ്തിരിക്കുന്നത്. ഇവിടെ കൂടി നടക്കുമ്പോൾ നമുക്ക് മെട്രോ റെയിലൊക്കെ കാണാനായിട്ട് പറ്റും. സിറ്റിയുടെ അത്യാവശ്യം തിരക്കുള്ള ഏരിയയിൽ തന്നെയാണ് ഈ അമ്പലം ഉള്ളത്. ഇത് 1997 മെയ്യിൽ ബാംഗ്ലൂർ ഇസ്കോൺ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ അധികാരത്തിലാണ് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ശ്രീല പ്രഭുപാദൻ എന്ന യോഗിയാണ്. ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നതിൻ്റെ മെയിൻ എൻട്രൻസ് ആണിത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണ ഭക്തർക്ക് മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള ഒരു ടെമ്പിളാണ്. ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ രാവിലെ വരണം, അല്ലെങ്കിൽ ഇതുപോലെ വൈകിട്ടൊരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയത്ത് വരണം. ഇപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, എന്നാലും ഒത്തിരി തിരക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നെ വിശേഷ ദിവസങ്ങളിൽ ഒക്കെ എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. നമ്മളിത് ഒരു ദീപാവലി കഴിഞ്ഞ ടൈമിലാണ് പോയിട്ടുണ്ടായിരുന്നത്, നവംബർ മാസത്തിൽ. ഇത് 17 മീറ്ററോളം നീളം വരുന്ന സ്വർണം പൂശിയ ധ്വജമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പ്രധാനമായിട്ടും 6 ആരാധനാലയങ്ങൾ അഥവാ 6 ആരാധനാ മൂർത്തികളാണുള്ളത്. പ്രധാന ദേവനായിട്ട് ശ്രീ രാധാകൃഷ്ണ ഭഗവാനും, ഉപദേവതാ സങ്കല്പത്തിൽ ബാലരാമനും, നിതായ ഗൗരാംഗനും, വെങ്കടേശ്വര സങ്കല്പത്തിൽ ശ്രീനിവാസ ഗോവിന്ദനും, പ്രഹ്ലാദ നരസിംഹരും ശ്രീല പ്രഭുപാദരുമാണുള്ളത്. ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ആംബിയൻസ് തന്നെയാണ്. നമുക്ക് ക്ഷേത്രത്തിനുള്ളിൽ ചെന്നിട്ട് അധികം വീഡിയോസ് എടുക്കാനായിട്ട് പറ്റിയില്ല. കാരണം ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഒരുപാട് സെക്യൂരിറ്റികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അകത്തേക്കൊന്നും അധികം എടുത്തിട്ടില്ല. പക്ഷേ അകത്തെ രാധാകൃഷ്ണൻ്റെ ആ മൂർത്തി എന്ന് പറയുന്നത് നല്ല രസമാണ് കാണാൻ. നമ്മൾ നോർത്ത് ഇന്ത്യൻ ടെമ്പിളിലൊക്കെ കാണില്ലേ, അതേപോലെയുള്ള ഒരു മൂർത്തിയാണ് ഇവിടെ ഉള്ളത്. ക്ഷേത്രത്തിനുള്ളിൽ ഒരുപാട് പേരിരുന്ന് ഭജനയൊക്കെ പാടുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ പ്രധാന ഒരു കാര്യം ഇവിടുത്തെ അന്നദാനമാണ്. അതൊന്നും നമ്മൾ കഴിച്ചില്ല. മഴ പെയ്യുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞിട്ട് പോവായിരുന്നു. അപ്പോഴാണ് വിധാൻ സൗദ കണ്ടത്. നമ്മൾ ആ വഴിയാണ് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇത് നവംബർ 1 നമ്മുടെ കേരളപ്പിറവി പോലെ തന്നെ കർണാടക സ്റ്റേറ്റിൻ്റെയും ഫോർമേഷൻ ഡേ ഇന്നാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇവിടുത്തെ എല്ലാ മന്ത്രിമാരും ഇരുന്നിട്ട് അവിടെ എന്തൊക്കെയോ മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു. നല്ല പോലീസ് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബൈക്കിലൊക്കെ പോകുന്നവർ സൈഡിൽ നിർത്തിയിട്ട് ഇത് കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ വണ്ടിയൊന്നും അവർ നിർത്താൻ സമ്മതിച്ചില്ല. പെട്ടെന്ന് പോകാനായിട്ട് അവർ അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സൈഡിലൊക്കെ കോസ്റ്റ്യൂംസൊക്കെ ഇട്ട് കുട്ടികളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതുവഴി പോകുന്ന കാര്യം ഓർത്തപ്പോൾ ആദ്യം ഓർത്തു ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്തെങ്കിലും പാസ് എടുത്തിട്ട് കയറാനോ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഇത് കണ്ടത്. കയറാനല്ല, നിർത്താനേ പറ്റിയില്ല. പിന്നീടൊരു ദിവസം നമുക്ക് വിധാൻ സൗദയെ പറ്റി കൂടുതലായിട്ടൊന്ന് പഠിക്കാം. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി എവിടെയും പോകുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് നവംബർ 1 ആദിയോഗിയിലും പോയി, പിന്നെ ഇസ്കോൺ ടെമ്പിളും കണ്ടു. ഈ 2 പ്ലേസാണ് നമ്മൾ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. ഇതുപോലെ കുട്ടി കുട്ടി ട്രാവൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പോൾ ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കിട്ടുന്ന അറിവുകൾ വെച്ച് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കാം.